നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. LDF താന്യം പഞ്ചായത്ത് കമ്മിറ്റി വികസന സെമിനാർ നടത്തി. ചേറ്റുവ അസോസിയേഷന്റെ ചേറ്റുവായനം എന്ന പുസ്തകം PT കുഞ്ഞുമുഹമ്മദ് പ്രകാശനം ചെയ്തു. പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പടിഞ്ഞാട്ടുമുറി ഷഷ്ടി ആഘോഷ കമ്മിറ്റി 1 ലക്ഷം രൂപ കൈമാറി. വാർത്തകൾ വിശദമായി. LDF താന്യം പഞ്ചായത്ത് കമ്മിറ്റി വികസന സെമിനാർ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ സിബിൻ സി ബാബു അധ്യക്ഷനായി. MV മുകേഷ്, ഷീന പറയങ്ങാട്ടിൽ, KP സന്ദീപ്, CP ജോസ്, AS ജിംഷാർ, AK അനിൽകുമാർ, രാജൻ ബാബു കരാട്ടുപറമ്പിൽ, അഡ്വക്കേറ്റ് PR ഷിനോയ്, PK ശ്രീജി, ശുഭ സുരേഷ് എന്നിവർ സംസാരിച്ചു. താന്യം പഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച് വിവിധ മേഖലകളിൽ നിന്നും ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് TV മദനമോഹനൻ സംസാരിച്ചു. ഒരു വികസന സെമിനാർ നടത്താൻ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ആണ് ഇന്നത്തെ യോഗം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഞാൻ വരുമ്പോൾ തന്നെ നമ്മുടെ വിവിധ താന്യം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മദനമാഷ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പം അതൊന്ന് ഏതു നേരം എടുത്തു പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില സൂചനകൾ നമ്മുടെ താന്യം ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചില കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം. ആദ്യമായി നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം അധികാരത്തിലെത്തുന്നതിന് ശേഷമുള്ള വികസനങ്ങളിൽ നമ്മൾ പരസ്പരം ആലോചനയുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോയാൽ ഇതൊക്കെ നമ്മുടെ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ആത്മവിശ്വാസമാണ് എൻ്റെ മനസ്സിലുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിയ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ 9 പഞ്ചായത്തുകൾ ബന്ധപ്പെട്ടതാണ്. അതുമാത്രമല്ല, കടലും കായലും അതുപോലെ നമ്മുടെ നെൽപ്പാടങ്ങളും കുന്നുകളുമാണ് നമ്മുടെ നാട്ടിയ നിയോജകമണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖല. അപ്പം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് നമ്മുടെ ഓരോ പഞ്ചായത്തിനും സംബന്ധിച്ചും ഒരുപാട് അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി നമ്മുടെ MLA ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മണലൂർ യൂണിറ്റ് 43ാം വാർഷിക സമ്മേളനം സമാപിച്ചു. കാരമുക്ക് കുറ്റൂക്കാരൻ കൺവെൻഷൻ സെന്ററിൽ ചേർന്ന സമ്മേളന യോഗം അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് PA ജോഷി ഉദ്ഘാടനം ചെയ്തു. മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് KG വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹൻദാസ് ചക്കാമഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ശ്രേഷ്ഠ വയോധികരെയും ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി KG പ്രേംലാൽ, ട്രഷറർ CR സതീശൻ, PJ ജോയ്, KK രാമദാസ്, MV കുമാരൻ, ജിൻസി തോമസ്, TU അറുമുഖൻ, കനകരാജൻ, PK മാധവൻ, PC കൃഷ്ണൻ, സോമശേഖരൻ, കുമാരൻ മൊടത്തോളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. 2008 ജനുവരിയിൽ എന്നെ സംഘടനാ പ്രവർത്തനത്തിന് നിയോഗിക്കുകയും നിങ്ങളെ പ്രതിനിധീകരിച്ച് സംഘടനയുടെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഒരു സമ്മേഷൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാതെ ഞാൻ പുറകോട്ട് പോവുക എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു വൈകല്യമായിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ സംഘടനാ പ്രവർത്തനം തുടങ്ങി വെച്ച കാലഘട്ടത്തിൽ നിന്ന് വളരെ ബഹുദൂരം നാം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ദേശീയതയിൽ നിന്ന് ഊർജം സംഭരിച്ച് നിലകൊള്ളുന്നവരാണ്. അതാർക്കും നിഷേധിക്കാനാവില്ല.
ചേറ്റുവ അസോസിയേഷൻ ഒരുക്കി ഗൂസ്ബെറി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ചേറ്റുവായനം എന്ന പുസ്തകം ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനുമായ PT കുഞ്ഞു മുഹമ്മദ് പ്രകാശനം ചെയ്തു. എനിക്ക് വളരെ കൃത്യമായിട്ട് അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന എൻ്റെ ഉമ്മയുടെ സഹോദരി ഉണ്ടായിരുന്നു, ബിയാവു, സലീമിൻ്റെ ഉമ്മയാണ്. അവരാണ് പല കവിതകളും പാടിയിരുന്നത്. SK തളിക്കളത്തിൻ്റെ അമ്മുവിൻ്റെ ആട്ടുമുട്ടിയൊക്കെ അവരിൽ നിന്ന് കേട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അന്ന് തൊട്ട് തന്നെ സാഹിത്യത്തോടും കലയോടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ചേറ്റുവായിൽ ആഭിമുഖ്യമുണ്ടായി. 34ഓളം എഴുത്തുകാർ ഇവിടെ ഈ പുസ്തക രചനയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ടൊന്നല്ല സത്യത്തിൽ എടുത്തത്. ഭാഷയോടും സാഹിത്യത്തോടും ചേറ്റുവ എന്നും ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ടെന്നും അത് ഇന്നും കെടാതെ നിൽക്കുന്നു എന്നത് അഭിമാനമാണെന്നും PT കുഞ്ഞു മുഹമ്മദ് പ്രകാശന ചടങ്ങിൽ പറഞ്ഞു. ചേറ്റുവയുടെ ചരിത്രം എഴുതുക എന്നത് തന്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണെന്നും അത് ചേറ്റുവക്കാർ യാഥാർത്ഥ്യമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് നടത്തിയ സാഹിത്യ സദസ്സ് കവിയും മലയാള സിനിമാ ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവ അസോസിയേഷൻ അംഗം സീബു കൊട്ടിലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ആദ്യ പുസ്തകം GMUP സ്കൂൾ പ്രധാനാധ്യാപകൻ PB സജീവൻ ഏറ്റുവാങ്ങി. പുസ്തകരചനകളെക്കുറിച്ച് അരവിന്ദൻ പണിക്കശ്ശേരി പരിചയപ്പെടുത്തി. യൂസുഫ് സയ്യിദ് മുഹമ്മദ്, പ്രോഗ്രാം കോർഡിനേറ്റർ സുജിത്ത് തെക്കേടത്ത്, PTA പ്രസിഡന്റ് നൂർജഹാൻ ലത്തീഫ്, യൂസഫ് ഹംസ എന്നിവർ സംസാരിച്ചു. പഴുവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് 1 ലക്ഷം രൂപ കൈമാറി പടിഞ്ഞാട്ടുമുറി ഷഷ്ടി ആഘോഷ കമ്മിറ്റി. കൊച്ചി ദേവസ്വം ബോർഡിന് കീഴിലെ പഴുവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 5 കോടിയോളം രൂപ ചെലവഴിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്കാണ് പടിഞ്ഞാട്ടുമുറി ദേശം ഷഷ്ടി ആഘോഷ കമ്മിറ്റി 1 ലക്ഷം രൂപ കൈമാറിയത്. ആഘോഷ കമ്മിറ്റി സെക്രട്ടറി TS അഭിലാഷ്, പ്രസിഡന്റ് വിനീഷ് EK, ട്രഷറർ പ്രേമനാഥൻ കുമ്പളപ്പറമ്പിൽ എന്നിവർ ചേർന്ന് ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി MN സുബ്രഹ്മണ്യന് തുക കൈമാറി. ആഘോഷ കമ്മിറ്റി രക്ഷാധികാരികളായ റിതേഷ് വന്നേരി, സ്മിതേഷ് തണ്ടേക്കൽ, ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, ട്രഷറർ EC അനിൽ, ഉപദേശക സമിതി അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അപ്രതീക്ഷിതമായി വന്ന മഴയുടെ ഭാഗമായി ഷഷ്ടിയാഘോഷ പരിപാടികൾ നിർത്തിൻ്റെ ഭാഗമായി പിന്നീട് ഒരു ദിവസം നടത്തുകയുണ്ടായി. തീർച്ചയായും ഈ പടിഞ്ഞാട്ടുമുറി ദേശ കമ്മിറ്റി അതിൻ്റെ ഭാഗമായി നിരവധി സാമ്പത്തികമായ കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വേളയിൽ കൂടി ജനങ്ങൾക്ക് നൽകിയ വാക്ക് ഇവിടെ പാലിക്കപ്പെടുകയാണ്. 1 ലക്ഷം രൂപ ഇവിടെ കൈമാറുകയാണ്. തീർച്ചയായും അടുത്ത വർഷവും അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പടിഞ്ഞാട്ടുമുറി ദേശ കമ്മിറ്റിയുടെ സാമ്പത്തിക സഹായം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചേർക്കര പീപ്പിൾസ് ക്ലബ്ബും തൃപ്പയാർ റൈഹാൻ കണ്ണാശുപത്രിയും സംയുക്തമായി നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർക്കര പീപ്പിൾസ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ക്ലബ്ബ് പ്രസിഡന്റ് അശോകൻ ചെമ്പിപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ശശിധരൻ EB, മറ്റ് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. റൈഹാൻ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ഹരീഷ് ക്യാമ്പിന് നേതൃത്വം നൽകി. നമുക്ക് ഭൂമിയുടെ രജിസ്ട്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ മറ്റ് അംഗങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല സ്ഥാപനമായിട്ട് മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും വയസ്സ് പറഞ്ഞാൽ ഞാനാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇതിലുള്ള മെമ്പേഴ്സൊക്കെ പലരും വയസ്സായിരുന്നു. അപ്പോൾ ചെറുപ്പക്കാരും മെമ്പേഴ്സ് പുറത്തേക്ക് വരണം. പലരും വരുന്നില്ല. ഒരൊക്കെ ആൾ വീട്ടിൽ പോയി വിളിച്ചിട്ടില്ല. ഇപ്പം ഇന്ന് കാലത്ത് തന്നെ ഞാനും ജിതനും അല്ലേ 5:30 തൊട്ട് ഇവിടെ കിടന്ന് നടക്കുന്നു. ചെറുപ്പക്കാർ പിള്ളേരൊക്കെ വരുന്ന 9 മണി 9:30 അതൊന്നും ശരിയാവുന്ന കാര്യങ്ങളല്ല അല്ലേ. എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം. തളിക്കുളം പത്താങ്കല്ല് CMS UP സ്കൂളിൽ കലാശാസ്ത്രമേള പ്രതിഭകൾക്കുള്ള ആദരവ് സംഘടിപ്പിച്ചു. സ്കൂൾ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും പങ്കെടുത്ത കുട്ടികൾക്ക് അനുമോദനവും സമ്മാന വിതരണവും നടത്തി. സാമൂഹ്യ സേവന പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് സുമിത സജു അധ്യക്ഷയായി. പ്രധാന അധ്യാപകൻ ബിനോയ്, MPTA പ്രസിഡന്റ് സൽമ, പ്രീതു രഞ്ജിത്ത്, അധ്യാപകരായ പ്രഭജ, ബെറ്റ്സി, ഫസൽ എന്നിവർ സംസാരിച്ചു. 54ഓളം കുട്ടികൾ ആദരവിന് അർഹരായി. മീഡിയ പ്രവർത്തകരെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു വേളയിലാണ്. നമ്മുടെ മക്കളൊക്കെ നമ്മുടെ പല കഴിവുകളും പല പല മേഖലയിൽ പോയി അഭ്യസിച്ചുകൊണ്ട് അവരെ തിരഞ്ഞെടുത്ത് അവരുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ്, നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തുന്ന മഹത്തായ കർമ്മമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നതിന്, അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഒരു വേദി ഒരുക്കി. അവർ ഇനിയും മറ്റുള്ള എല്ലാ മക്കളും എല്ലാവരും വിജയികളാണ്. നമ്മളാരും ഈ സമ്മാനം വാങ്ങുന്നവർ മാത്രമല്ല, അതിനേലും പഠിക്കാനും പല കഥകളും അതുപോലെ കവിതകളും അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരമാണ് നമ്മുടെ സ്കൂളുകൾ. AKTA തളിക്കുളം യൂണിറ്റിന്റെ കൺവെൻഷൻ തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സിൽ നടന്നു. ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സീത KV അധ്യക്ഷത വഹിച്ചു. കൺവീനർ വിദ്യ ജയപ്രകാശൻ, യൂണിറ്റ് സെക്രട്ടറി ഷീന പ്രകാശ്, ജോയിന്റ് സെക്രട്ടറി സ്വപ്ന ജ്യോതി, ഏരിയ സെക്രട്ടറി ഷിജി ശാസ്ത്രി, ശുഭ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 2000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. സന്തോഷമായില്ലേ? സന്തോഷമായില്ല? സന്തോഷമാകേണ്ടതല്ലേ അല്ലേ? ഒറ്റയടിക്ക് 400 രൂപ വർദ്ധിച്ച് വിട്ടു. എന്നാൽ സർക്കാർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലാണ് നമ്മളോട് പറഞ്ഞ നമ്മുടെ റിട്ടയർമെന്റ് ആനുകൂല്യം 1,50,000 തരും. വിജ്ഞാപനം ഇറക്കിയതാ. ആരിഫ് ഖാൻ ഗവർണർ ഒപ്പുവെച്ച് വിജ്ഞാപനം ഇറക്കിയതാ. വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന തുകയും ഇല്ലാതെ. പിന്നീട് ഒരുപാട് ശക്തമായ ഇടപെടലുകളും സമ്മർദ്ദം ചെലുത്തിയിട്ടല്ലേ നഷ്ടമായ സംഖ്യ വീണ്ടും തിരിച്ചു പിടിച്ച അംഗങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. വീണ്ടും ഇടപെടലുകൾ നടത്തി റിട്ടയർമെന്റ് ആനുകൂല്യം ആ 1,50,000 അല്ലെങ്കിൽ അതിനൊരു പട്ടിക വേണം. 10 വർഷം അടച്ച ആൾക്ക് എന്ത് കിട്ടും, 20 വർഷം അടച്ചാൽ ആളുകൾക്ക് എന്ത് കിട്ടും, അതിനൊരു പട്ടിക വേണം എന്ന് ശക്തമായ ഇടപെടലുകളും ക്ഷേമനിധി ബോർഡിനെ കൊണ്ട് തീരുമാനമെടുപ്പിച്ച് സർക്കാരിലേക്ക് നൽകിയതാണ്. മാസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്, നിരവധി മാസങ്ങൾ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ AKTA വലപ്പാട് യൂണിറ്റ് കൺവെൻഷൻ വലപ്പാട് ഏങ്ങൂര് ക്ഷേത്രം ഹാളിൽ നടന്നു.
AKTA ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KG രാജൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷിജി ശാസ്ത്രി, യൂണിറ്റ് സെക്രട്ടറി സെമീറ, ട്രഷറർ അജിത ജയസിംഗ്, PB വത്സൻ, മഞ്ജു രാഗേഷ് എന്നിവർ സംസാരിച്ചു. ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും, ₹1 അവർക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും, അവരുടെ വരുമാനത്തിൽ എങ്ങനെ വർധനവ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്ന് പരിശോധിച്ച് അതിനനുസൃതമായ പരിപാടികൾ സംഘടിപ്പിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. നമ്മൾ സ്വതന്ത്രമായ സംഘടന എന്ന് പറയുമ്പോൾ അതിനകത്തൊരു തിരുത്താണ് ഞാൻ പറഞ്ഞത്. സ്വതന്ത്രമാണ്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിൽക്കുന്ന തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ മാത്രം വിശ്വസിക്കുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഏക സംഘടന എന്ന് പറയുന്നത് AKTA എന്ന് പറയുന്നത്. അങ്ങനെയാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി നിയമം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത്. ആ നിയമം വന്നതിന് ശേഷമാണ് വ്യാപകമായി മറ്റിതര സംഘടനകൾ തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ ചേർക്കുന്നതിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി. ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊഴിലാളികളൊക്കെ ചേർത്തെടുക്കുകയും ഒന്നും അറിയാത്ത ആളുകളായി. എന്താണ് ക്ഷേമനിധി, അതിൽ ചേർന്നാലുള്ള പ്രയോജനം എന്താണ് എന്ന് പോലും തിരിച്ചറിയാതെ പലർക്കും ID കാർഡ് പോലും അവരുടെ കൈവശം കിട്ടാതെ കൊടുക്കുന്നില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് മാറി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇതിലേക്ക് മാറിപ്പോയെങ്കിലോ എന്ന ആശങ്ക ഉള്ളത് കൊണ്ട് അവരാരും. തളിക്കുളം SNV UP സ്കൂളിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. ബ്ലൂമിംഗ് ബഡ്സിൽ വെച്ച് കലാകായികം, പ്രവൃത്തി പരിചയം, ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര മേളകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മനോജ് കമ്മത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ EA സുഗതകുമാർ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക PB സജിത, ER അജിത, PTA പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ, മാതൃസംഗമം പ്രസിഡന്റ് ശ്രീജ കണ്ണൻ, PT സിജിന എന്നിവർ സംസാരിച്ചു. ഞാനിതുകൊണ്ട് നിൽക്കാനും കാരണം ആ കലയാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാധാരണ ഇപ്പം ഇങ്ങനത്തെ സെഷൻ പാട്ട് പാടാൻ പോകുമ്പോൾ ഗാനമേള ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പം 42 വർഷമായിട്ടാണ് സ്റ്റേജ് തുടങ്ങി. പക്ഷേ ഇങ്ങനത്തെ മോട്ടിവേഷൻ സെഷൻസ് ഒരു കഴിഞ്ഞ 5-10 വർഷമായിട്ട് മാതൃഭൂമിയിൽ ഞാനിവിടെ കേട്ട ശേഷമാണ് അത് ചെയ്തു തുടങ്ങി. പക്ഷേ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആദ്യമായിട്ട് കാണിച്ചാൽ അങ്ങനെയില്ല. കാണിച്ചാൽ ഓൾറെഡി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ കുറേ കലാകാരന്മാർ കായിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റൊക്കെ ആകുമ്പോൾ ആൾക്കാരാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി സന്തോഷമുണ്ട്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആകെയുള്ള 16 സീറ്റിൽ 12 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI സ്ഥാനാർത്ഥികളും മത്സരിക്കും. 1-ാം വാർഡിൽ സ്മിത ഷാജി, 2-ൽ സായിദ മുത്തുക്കോയത്തങ്ങൾ, വാർഡ് 3-ൽ ജിസി രഘുനാഥ്, 4-ാം വാർഡിൽ KA കരീം, 5-ാം വാർഡിൽ KC രവീന്ദ്രൻ, 6-ാം വാർഡിൽ ഹഷീറ ബഷീർ, 7-ാം വാർഡിൽ OK നൂറുദ്ദീൻ, 8-ൽ അൻവർ ഷെരീഫ്, 9-ാം വാർഡിൽ TL ഗോപിനാഥൻ, 10-ൽ സുധാ രഞ്ജിത്ത്, 11-ൽ ഷംല ഷെഫീഖ്, വാർഡ് 12-ൽ പ്രീതി സന്ദീപ്, 13-ൽ സ്മിത സന്തോഷ്, വാർഡ് 14-ൽ സന്ധ്യ സുനിൽ, 15-ാം വാർഡിൽ TK രാജു, വാർഡ് 16-ൽ ബിന്ദു ജയൻ എന്നിവരാണ് മത്സരിക്കുക. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പെരിഞ്ഞനം ഡിവിഷനിൽ നിന്നും സുജിത സലീഷ്, കടപ്പുറം ഡിവിഷനിൽ നിന്നും അഡ്വക്കേറ്റ് ഷീബ മുരളി എന്നിവരും മത്സരിക്കും. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച രാവിലെ പത്രിക സമർപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. LDF പെരിഞ്ഞനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ PA സുധീർ, ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രേയസ് ചെരിയനത്ത്, ഡിവിഷൻ സെക്രട്ടറി CK ഗിരിജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപീകരണം മുതൽ ഇതുവരെയുള്ള നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഓരോ ഭരണസമിതി അധികാരം ഏറ്റെടുക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ, വലിയ പിന്തുണയോടെ ഈ സംവിധാനത്തെ പിന്തുണയ്ക്കാറുണ്ട്. ഇപ്രാവശ്യവും ഈ ഭരണസമിതി അവസാനിക്കുമ്പോൾ പുതിയ ഭരണസമിതി വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന
ഒരു പറ്റം സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബിക് UP വിഭാഗം മത്സരത്തിൽ കൂടുതൽ പോയിന്റ് നേടുന്നവർക്ക് അന്തരിച്ച മുൻ അറബിക് അധ്യാപകൻ മുറ്റിച്ചൂർ നജീബ് മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി ട്രോഫി നൽകുന്നു. ജില്ലാ മാപ്പിള കലാവേദിയാണ് ട്രോഫി നൽകുന്നത്. കലോത്സവ ട്രോഫി കമ്മിറ്റി വൈസ് ചെയർമാൻ KS യാസിന് കലാവേദി പ്രസിഡന്റ് ഉമ്മർ പഴുവിൽ ട്രോഫി കൈമാറി. അബ്ദുൽ സമദ് മാസ്റ്റർ കിഴിപ്പള്ളിക്കര, മുൻ അറബിക് അധ്യാപകൻ ബഷീർ മാസ്റ്റർ ചാഴൂർ എന്നിവർ പങ്കെടുത്തു. നാട്ടികയിൽ കാർ ഡിവൈഡറിലിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. നാട്ടിക പുത്തൻതോടിന് സമീപമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി അപകടമുണ്ടായത്. ഗുരുവായൂരിൽ നിന്നും വരികയായിരുന്ന കാർ ദേശീയപാത നിർമ്മാണത്തിലെ ഡിവൈഡറിലിടിച്ച് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന ബാംഗ്ലൂർ സ്വദേശി ആചാര്യ വീട്ടിൽ ഹാരിഷ്, ഭാര്യ ബിസ്മി ഹാരിഷ്, കരുനാഗപ്പള്ളി രാജ്ഭവൻ വീട്ടിൽ ഗിരീഷ്, ഭാര്യ ആർഷ, മോണി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃപ്പയർ എക്സ് പ്രവർത്തകർ തളിക്കുളം മെക്സിക്കൻ, വലപ്പാട് മിറാക്കിൾ എന്നീ ആംബുലൻസുകളിൽ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണലൂർ ചക്കാമഠത്തിൽ ശങ്കരൻകുട്ടിയുടെ മകൻ സിദ്ധാർത്ഥൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. പരേതയായ ശാന്തയാണ് ഭാര്യ. സുരേഷ്, രമേശ്, ബീന എന്നിവർ മക്കളും, ഷീജ, സരിത, സുനിൽ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. LDF താന്യം പഞ്ചായത്ത് കമ്മിറ്റി വികസന സെമിനാർ നടത്തി. ചേറ്റുവ അസോസിയേഷന്റെ ചേറ്റുവായനം എന്ന പുസ്തകം PT കുഞ്ഞുമുഹമ്മദ് പ്രകാശനം ചെയ്തു. പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പടിഞ്ഞാട്ടുമുറി ഷഷ്ടി ആഘോഷ കമ്മിറ്റി 1 ലക്ഷം രൂപ കൈമാറി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.